ഹായ് ഗൈസ്, ബാലൻ മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് പോയത്. മിക്സഡ് നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് പടത്തിന് പോയത്. ചിദംബരമാണ് പടത്തിൻ്റെ ഡയറക്ടർ ആൻഡ് ജിത്തു മാധവാണ് അതിൻ്റെ റൈറ്റർ. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഞാൻ പടത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് ഹാഫും കുറച്ച് സ്ലോ പേസിലാണ് പോകുന്നതെങ്കിലും നമുക്കൊരു ക്യൂരിയോസിറ്റി നമുക്ക് തരും. ആൻഡ് സെക്കൻഡ് ഹാഫ് അതിൻ്റെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി തരും. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ആ ഒരു സിനിമയിലോട്ട് ഇന്നായി കഴിഞ്ഞാൽ നമുക്കത് വലിയ ലാഗായിട്ട് ഫീൽ ചെയ്യില്ല. ചെറിയ ചെറിയ ലാഗ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് അതിൻ്റെ എല്ലാം നമ്മൾ മറന്ന് സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങാൻ പറ്റുന്ന വലിയൊരു ക്ലൈമാക്സ് ആണ്. ഒരു പീക്ക് സിനിമയാണ്. അതിൻ്റെ നമുക്കിങ്ങനെയാണ് അതിൻ്റെ കഥ പോകുന്നത് എന്ന് നമുക്ക് നേരത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പക്ഷെ ആ കഥ അങ്ങോട്ട് പോകാനുള്ള ആ ഒരു ടേൺ, ആ ഒരു ട്വിസ്റ്റ് അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ട്വിസ്റ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്. പക്ഷെ നമ്മളത് കുറേ നെഗറ്റീവ് റിവ്യൂസൊക്കെ കണ്ടിട്ട് നിങ്ങളൊരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊരിക്കലും ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. കാരണം അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പറഞ്ഞത് ചിദംബരം അതിൻ്റെ സിനിമയുടെ പലയിടങ്ങളിലും വരുന്ന ചില സീൻസിലൊക്കെ നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയും വിഷ്വലായിട്ടും അതിൻ്റെ BGM ആണെങ്കിലും ശരി, അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ അഭിനയമാണെങ്കിലും അത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും നമുക്ക് OTT കാണുമ്പോൾ കിട്ടില്ല. സോ OTT കണ്ടാൽ അത് വെറുത്താണ്. പക്ഷെ ഒരു നോർമൽ ഓഡിയൻസ് ആണ്, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTT കണ്ടാലും മതിയാവും. പക്ഷേ തിയേറ്ററിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയും അതിൻ്റെ BGM അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇതൊക്കെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ലോ പേസ്ഡ് മൂവീസിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വരും. അതിൻ്റെ മെയിൻ സോൾ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സിൻ്റെ ഒരു 35 മിനിറ്റാണ്. അത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ സിനിമയിലുള്ള ഒരു മാജിക് എന്നൊക്കെ പറയുന്നുണ്ട്. സിനിമയുടെ വിഷ്വലും ആക്ടേഴ്സിൻ്റെ അഭിനയവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ഒരുമിച്ചിട്ട് ഒരു മിക്സായി കിട്ടുന്ന ഒരു വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു മൊമെൻ്റാണ് അത് ഈ സിനിമയിൽ ആ ക്ലൈമാക്സ് എൻഡിലുണ്ട്. പക്ഷെ ആ എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മൾ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. എന്തായാലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ഹൈ നമുക്ക് എന്തായാലും കിട്ടും. സോ ഞാൻ ഇപ്പോൾ ഈ റിവ്യൂ ഇടാൻ കാരണം കുറേ നെഗറ്റീവ്സൊക്കെ കണ്ടു. ഈ പടം ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. OTT വേണ്ടി വെയിറ്റ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ കാണണം. ഓക്കെ, താങ്ക് യു.